ஏய் மாமா, நான் தான் உன் பொண்டாட்டி. நீ தான் எனக்கு புருஷன். நீ சீதைக்கு நீ ஸ்ரீராமன் தான். என்னது? கடவுளை காப்பாத்துக்கோ. என்னையும் பொண்டாட்டி ரொம்ப குஷியா இருக்கு. நீ நினைச்ச மாதிரியே உன் பேரு குழந்தைக்கும் பையனுக்கும் கல்யாணம் தான் நடக்க போகுது. ஆமா, நான் ரொம்ப குஷியா இருக்கேன். எவ்வளோ நாளா நான் காத்திருக்கேன் என் பையனுக்கும் என் பேர குழந்தைக்கு கல்யாணம்னு. ஏன்னா என் பையனுக்கு தான் விளைவில்லாத போச்சே. അമ്മ ഇതൊക്കെപ്പോ ഞാനിപ്പോ സമ്മതിച്ചില്ലേ, ഇനി ഒന്നും പറഞ്ഞതിന് കളിയാക്കാതെ അമ്മ. என் கண்ணா, எனக்கு தெரியும் இப்போ கல்யாணத்துக்கு அவசரம் உனக்கு தானே. என்னை காட்டும் எனக்கு தெரியும்டா. நான் பார்த்தேன் இன்னலே நீ அவளுக்கு முத்தம் கொடுத்துருச்சுல. ஏண்டா எதுவும் சொல்லாம இருக்க? சொல்லு கண்ணா. தம்பி, അളിയ 2 ദിവസം കൂടെ ഉള്ളൂ കല്യാണത്തിന്. അയ്യോ അളിയ, അങ്ങനെയല്ല മാമ. അമ്മ എന്തിനാ എന്റെ മകൻ ഇങ്ങനെ കളയുന്നേ? ഒന്ന് മിണ്ടാതിരി അമ്മ. അയ്യോ സൂപ്പർ മോനെ. അളിയോ, എന്താ അളിയ മുഖത്തൊരു വാട്ടം? അളിയനിതൊന്നും പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. എങ്ങനെ പിടിക്കാനളിയാ? ഞാൻ കെട്ടിയ പെണ്ണല്ലേ അവള്. എക്സ് ആണെങ്കിലും എക്സ് വൈഫ് ആണെങ്കിലും ഷീസ് മൈ വൈഫ്. മൈ ഗോഡ്. ബ്രോ അതൊക്കെ മതി. കഴിഞ്ഞ കാര്യം അതൊക്കെ. എടാ, ഇനി അതും പറഞ്ഞിരിക്കാതെ. ഇനി കല്യാണത്തിന് അധിക ദിവസമല്ല. അതിൻ്റെതായ കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുന്നല്ലാതെ. അങ്ങനെ കാത്തിരുന്ന സീതുവിന്റെ കല്യാണം എത്തി. അവള് സ്നേഹിച്ചവനായിട്ട് തന്നെ. നമ്മളെപ്പോഴാണോ എന്തോ. ഇവിടെ പാരും കാത്തിരിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. വേണമെന്നുണ്ടെങ്കിലേ വീട്ടിൽ വന്നങ്ങ് ആലോചിക്ക്. വീട്ടുകാർ തീരുമാനിക്കും. അല്ല നീ ഇപ്പൊ എന്റെ അടുത്ത് തന്നെയാണോ പറഞ്ഞേ? ആർ യു സീരിയസ്? നിന്റെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്താ ഞാനിവിടെ പറയാനുള്ളത്? എനിക്കെന്താ പറഞ്ഞാലും മനസ്സിലാവില്ലേ? വേണമെങ്കിൽ വന്ന് വീട്ടിൽ വന്ന് ചോദിക്കടാ. അവന് വരെ പെണ്ണ് കിട്ടി. ഇനിയിപ്പൊ ഞാൻ എപ്പോഴാണ് ഒന്നിനെ സെറ്റാക്കുന്നത്? നടക്കുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞാ പോരാടാ. നടക്കാത്ത കാര്യങ്ങൾ എന്തിനാ പറയുന്നേ? ഏയ് സീത, നമുക്കൊന്ന് സംസാരിച്ചാലോ? സീത, നീ ഹാപ്പിയാണോ? അതറിയാൻ വേണ്ടിയിട്ടാ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് അർജുൻ? ഞാൻ ഹാപ്പി അല്ലെന്നാണോ? ഞാൻ വളരെയധികം ഹാപ്പിയാണടാ. എനിക്കത് കേട്ടാൽ മതി. സന്തോഷമായി. എന്തായാലും നിന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹം നിറവേറാൻ പോവല്ലേ? അതൊക്കെ ശരി തന്നെയാ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു കുട്ടിയെ കിട്ടുകയാണെങ്കിൽ അങ്ങ് കെട്ടിക്കളയാന്ന് വിചാരിക്കാം. പിന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു രൂപം അങ്ങ് മാഞ്ഞു പോകണ്ടേ? സീതാലക്ഷ്മി എന്ന രൂപം. നിനക്കെപ്പോഴും എന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണെന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നുണ്ട്. സീത, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിലുള്ളത് കോൺട്രാക്ട് മാരേജ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എൻ്റെ മനസ്സിൽ ചെറിയൊരു മോഹം ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിലൊരു മാരേജായി മാറണമെന്നുള്ളത്. എൻ്റെ മനസ്സിൽ നിന്നോടുള്ള പ്രണയം കൊണ്ടായിരിക്കാം. പക്ഷെ അത് നടക്കില്ലെന്ന് അറിഞ്ഞിട്ട് മോഹിച്ചത് ഞാനല്ലേ. അതിന് നീ എന്ത് തെറ്റ് ചെയ്തു? പിന്നെ തെറ്റ് തന്നെയല്ലടാ ചെയ്തത്. എനിക്കറിയാം നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താന്ന്. അതറിഞ്ഞിട്ടടക്കം ഞാൻ ഈ മാരേജിനെ കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു. എൻ്റെ പൊന്ന് ചെയ്തമ്മ, നീ ഇതൊക്കെ ഒന്ന് വിടുന്നുണ്ടോ? നീ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്ക്. നിന്റെ മനസ്സിൽ ശ്രീരാമൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നിന്നെ മോഹിച്ചത് ഞാനാ. അത് എൻ്റെ തെറ്റാ. മാരേജിന്റെ കാര്യം അത് കോൺട്രാക്റ്റാ. നീ അതൊക്കെ ഒന്ന് വിട്ടേക്ക്. ഇനി നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കാൻ മറക്കരുത്. ഞാൻ ഓടി വരും നിന്നെ സഹായിക്കാൻ എവിടെയാണെങ്കിലും. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാ, അത് മറക്കരുത്. പിന്നെ ഈ മൂളഫൊക്കെ കളഞ്ഞ് എന്നെ ഹഗ് ചെയ്ത. പിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നെപ്പോലെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. യു ആർ എ റിയലി ഗ്രേറ്റ് ആൻഡ് മൈ റിയലി ബെസ്റ്റ് ഫ്രണ്ട്. യെസ് മൈ സീതമ്മ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ശരിടാ, ഞാൻ റൂമിലേക്ക് പോട്ടെ അർജുൻ. ബൈ, ഗുഡ് നൈറ്റ്.
மாமா சீதம்மா, மாமா நீங்கள் என்ன பண்ணுறீங்க? யாராவது பார்த்தா என்ன நினைக்கும்? കൈ വിടുന്നുണ്ടോ? ആരെങ്കിലും കാണും. വിട് മാമാ. നാളെ കാലത്ത് താലി കെട്ടാൻ പോകുന്ന ഞാൻ എൻ്റെ കൈ കയറി പിടിച്ച് എന്ത് കുഴപ്പമുണ്ടാകാനാ? അപ്പം ആരെങ്കിലും കണ്ട നിനക്ക് കുഴപ്പമോ? കണ്ടവന് കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും കാണുമ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? ആ என்ன சொல்கிறீங்க நீங்கள்? அப்படியா? உங்களுக்கு ஜெலஸ் அடிச்சதுக்கா? நான் அர்ஜுனை ஹக் பண்ணது நீங்கள் பார்த்தீங்களா? ആമാ, എനിക്ക് ജലസ് അടിച്ച്. അതൊക്കെ എന്നാ? ഞാൻ കെട്ടാൻ വന്നപ്പോൾ തന്നെ വേറിട്ടം കൈ പിടിച്ചോണ്ട് കെട്ടിപ്പിടിച്ചോണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ നീ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഒന്നാമത് അവൻ്റെ മനസ്സിലാണെങ്കിൽ നീ അങ്ങോട്ട് ദേവി രൂപം അങ്ങ് പ്രതിഷ്ഠിച്ച് വെച്ചേക്കുക. എനിക്കതൊന്നും ഇഷ്ടമല്ല. നിന്നെ കെട്ടിയിട്ടുണ്ടവൻ, എനിക്കിഷ്ടമല്ല നീ അവൻ്റെ അടുത്ത് മിണ്ടുന്നത്. മാമ ജെലസ് അടിക്കാൻ എന്തുവാ? അവനും ഞാനും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ. ശരിയാ, അവൻ്റെ മനസ്സിൽ എന്നോട് പ്രണയമുണ്ട്. പക്ഷെ ആ പ്രണയം ഒരിക്കലും അവൻ തുറന്നു കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവനറിയാം ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ മാമനെയാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന്. അതാലോചിച്ച് എൻ്റെ മാമ അങ്ങനെ ടെൻഷൻ അടിച്ച് ജലസ് അടിക്കണ്ട കേട്ടോ. എനിക്കറിയാം, എന്നാലൊരു പേടി. എനിക്ക് ഒരുപാട് ഇഷ്ടം തന്നെ. ഐ റിയലി ലവ് യു സീതമ്മ. സീത, ഐ എം സോറി എല്ലാത്തിനും. എന്തിനാ മാമ ഇന്നിതൊക്കെ? ഒന്ന് പോവും. നിൽക്ക് സീത, ഞാൻ പറയട്ടെ. എനിക്കിന്ന് പറയണമല്ല. സോറി, ഞാൻ ചെയ്ത തെറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെയല്ല നിന്നെ വേദനിപ്പിച്ചത്. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ. എൻ്റെ തെറ്റിദ്ധാരണ മൂലം ഓരോ വീട്ടിത്തങ്ങൾ ഞാൻ കാട്ടിക്കൂട്ടിയത്. നിന്നെ എനിക്ക് ആദ്യം നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്. നിന്നോട് എത്ര ക്ഷമ ചോദിച്ചാലും അതിലൊന്നും പകരാവില്ലെന്നറിയാം. ഞാൻ എത്ര തെറ്റ് നിന്നോട് ചെയ്തിട്ട് ഒരു നിമിഷം പോലും നിന്റെ മനസ്സും എന്നെ വലിച്ചെറിഞ്ഞില്ലല്ലോ നീ. എന്തുകൊണ്ടാത്? എന്നെ ഇത്രയധികം നീ ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാ സീത? മാമ എനിക്കറിയില്ല മാമ, മാമനെ ഇത്ര അധികം ഞാൻ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. മാമൻ എന്നോട് എന്തൊക്കെ തെറ്റ് ചെയ്താലും മാമൻ്റെ അടുത്ത് പിണങ്ങാൻ പറ്റുന്നല്ലാതെ ഒരിക്കലും മാമനെ ഉപേക്ഷിക്കാൻ ഈ സീതയ്ക്ക് കഴിയില്ല. ഈ സീതയുടെ മനസ്സിലെന്നും മാമ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയ്ക്കിഷ്ടമാണ് ഈ സീതയ്ക്ക് ഈ ശ്രീരാമനെ. ഐ ലവ് യു മാമ, ഐ ലവ് യു സോ മച്ച്. മാമ ഇനി ഒരിക്കലും എന്നെ വീട്ടിൽ പോകാൻ ശ്രമിക്കരുത്. എന്നോട് കഴിഞ്ഞ ദിവസത്തിൽ നിന്നൊന്ന് പെരുമാറരുത്. ഇനി ഒരിക്കലും മാമ അങ്ങനെയൊന്നും ചെയ്യില്ല ഈ സീതയുടെ അടുത്ത്. സീതമ്മ ഈ രാമൻ്റെ സീതാരാമൻ. என் குழந்தை எங்கே? என் செல்லம் பார்க்க முடியலையே பாட்டியால. ஐயையோ, பாட்டி தோட்டு போயிட்டேன். எங்கே என் செல்லம்? பாட்டி பாட்டி தோட்டு சீதாரத்தி செல்லோ. അമ്മ. ആ അമ്മ തന്നെ. എവിടെയായിരുന്നോടി കള്ളിപ്പെണെ? പാല് കുടിക്കാൻ മടി കാണിച്ചിട്ട് അവിടെ ഇവിടെ ഒളിച്ചിരിക്കാണല്ലേ? എന്നിട്ട് ഒളിച്ചു കളി നിർത്തി. ഡി സീത, എൻ്റെ കൊച്ചിനെ ചീത്ത പറഞ്ഞാലുണ്ടല്ലോ. ആ നിന്റെ സ്വഭാവം തന്നെ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. നിനക്കും പാല് കുടിക്കാൻ മതിയായിരുന്നു. അത് തന്നെയല്ലേ അവളും പഠിച്ചു വെച്ചിരിക്കുന്നത്. പാവൻ്റെ കൊച്ച്. ഓ നിനക്ക് ഓർമ്മയുണ്ടോ? പാല് കുടിക്കാൻ മടി കാണിച്ചിട്ട് ആലന്മാരോടല്ലേ പോയി ഒളിച്ചിരുന്ന ആളാണ് ഇവള്. അപ്പയിൽ നിന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പയ്ക്ക് അപ്പയുടെ പേരക്കുട്ടി കിട്ടിയപ്പോൾ മോളെ വേണ്ടല്ലേ? എല്ലാവർക്കും അങ്ങനെയാ, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പറയില്ലേ. എനിക്ക് വേണം
എന്നെ ഈ സീതമ്മേ ആർക്ക് വേണ്ടെങ്കിലും ആ, എനിക്ക് വേണം. എനിക്കും വേണം ഈ സീതാരാമനെ.